നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം, വിഷ്ണു എന്തൊക്കെ അബദ്ധങ്ങളെ കാണിച്ചു കൂട്ടുന്നത്? അതല്ല മാം, ഞാൻ ഒരു സാധാരണ പൗരന് ഒരുപാട് പരിമിതികളുണ്ട് വിഷ്ണു. സിനിമയെ കാണുന്നതല്ല ജീവിതം. സിറ്റിസൺ എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. ഞാൻ തന്നെ അത് മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. അതല്ല മാഡം, ശാലിനി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോകുന്നോണ്ടാ ഞാൻ. എനിക്ക് മനസ്സിലാവും വിഷ്ണു, പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം? ചെയ്തത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ മാഡം, എനിക്ക് മുമ്പിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തോന്നാലും നേരിട്ടല്ലേ പറ്റുള്ളൂ. എങ്ങനെയും കേസ് ഒത്തുതീർപ്പാക്കാൻ നോക്ക്. എങ്കിൽ ഞാൻ അകത്തോട്ട്. ശരി. ഇല്ല സാർ, വിടില്ല. അത് ഞാൻ നോക്കിക്കോളാം. ശരി സാർ, ഓക്കെ. സാറേ, താക്കോല്. വണ്ടി തട്ടിയെടുത്തോണ്ട് പോയിട്ട് തിരികെ താക്കോല് തന്നിട്ട് പോകാൻ ഇതെന്താ റെന്റേ കാർ ഷോറൂമോ? ഞാനിവിടെ വന്ന് കുറേ നേരം നിന്നിട്ടും പ്രതികരണമൊന്നും ഇല്ലാത്തോണ്ടാ. വന്ന് നിന്നാൽ ഉടനെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യാൻ നീ ആരാളാ? DGPയോ? സാറേ, ഞാനൊരു പ്രശ്നത്തിന് വേണ്ടി വന്നല്ല. ഇതൊരു കോംപ്രമൈസ് ആക്കണം തന്നെയാണ് എൻ്റെയും. പോലീസുകാരൻ്റെ ദേഹത്ത് കൈവച്ചിട്ടാണോ അതിൻ്റെ കോംപ്രമൈസ്? സാറേ വേണ്ട. നിക്കടാ അവിടെ. വേണ്ട സാറേ, ഈ മൂഡിലിപ്പോൾ ഞാനും സാറും തമ്മിൽ ശരിയാവൂല. പോലീസുകാരൻ്റെ മേത്ത് കൈവച്ചു എന്നുള്ള പേരുദോഷം പിന്നെ എൻ്റെ മേൽ വീഴും. അതുകൊണ്ട് വേണ്ട. ഭീഷണിയാണോടാ? വേണ്ട സാറേ, വിട്ടേക്ക്. എന്തായാലും ചന്ദ്രബോസ് സാറ് വന്നിട്ട് നീ പോയാ മതി. എപ്പോ വരും നിങ്ങളുടെ ഈ ബോസ് സാറ്? അത് സാറിനെ അറിയൂ. അപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാം. ബോസ് സാറ് വരുമ്പോ വിളിപ്പിച്ചാൽ മതി. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. നിക്കടാ അവിടെ. നീ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. ഇവിടെ വിഷ്ണു പോവെന്ന് പറഞ്ഞാ പോയിരിക്കും. പറയുന്ന വിഷ്ണുവാ, മറക്കണ്ട. അങ്ങോട്ട് നോക്കടാ. മോനെ, ശാരദാമ്മേ, ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേലേ ചന്ദ്രബോസ് സാറ് വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.